Let's start learning English. ഹലോ മക്കളെ, വെൽക്കം ടു ക്ലാസ് 42. 42ാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും ഒന്ന് അറ്റൻഡൻസ് ഇട്ടേ. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, ഇതുവരെ പഠിച്ച വാക്കുകളൊന്ന് എന്ത് ചെയ്യാം, ഒന്ന് റിഫ്രഷ് ചെയ്യാം അല്ലേ. V1 ഫോം, ബേസ് ഫോമും അതിൻ്റെ അർത്ഥം ഒന്ന് പറയാം. ടീച്ചറിന്റെ കൂടെ തന്നെ പറയണേ. റൺ ഓടുക, ജംപ് ചാടുക, ഈറ്റ് തിന്നുക, ബ്രഷ് പല്ലു തേക്കുക, റീഡ് വായിക്കുക, ഡ്രിങ്ക് കുടിക്കുക, വാഷ് കഴുകുക, പ്ലേ കളിക്കുക, സിറ്റ് ഇരിക്കുക, വാക്ക് നടക്കുക, ഗോ പോകുക, കം വരിക, ക്ലൈം കയറുക, ഫ്ലൈ പറക്കുക, സ്വിം നീന്തുക, ചെയർ കീറുക, കുക്ക് പാചകം ചെയ്യുക, കട്ട് മുറിക്കുക, റൈറ്റ് എഴുതുക, ലേൺ പഠിക്കുക, സ്റ്റാൻഡ് നിൽക്കുക, സ്ലീപ്പ് ഉറങ്ങുക, ഡാൻസ് നൃത്തം ചെയ്യുക, സിംഗ് പാടുക, പ്രേ പ്രാർത്ഥിക്കുക, ഡ്രോ വരയ്ക്കുക, വെയർ ധരിക്കുക, പുട്ട് ഇടുക, ടേക്ക് എടുക്കുക, സീ കാണുക, വാച്ച് കാണുക വീക്ഷിക്കുക, ഗ്രോ വളരുക വളർത്തുക, കോം ചീകുക, ബീറ്റ് അടിക്കുക തോൽപ്പിക്കുക, ഹിറ്റ് ഇടിക്കുക, കിക്ക് തൊഴിക്കുക, പ്രിപ്പയർ തയ്യാറാക്കുക തയ്യാറാവുക, മേക്ക് ഉണ്ടാക്കുക, ടീച്ച് പഠിപ്പിക്കുക, ബ്രിങ് കൊണ്ടുവരിക, ബൈ വാങ്ങുക, ബിഗിൻ തുടങ്ങുക, ബിക്കം ആയിത്തീരുക, ഡിഗ് കുഴിക്കുക, ഡു ചെയ്യുക, ഫർഗെറ്റ് മറക്കുക, ഫർഗിവ് പൊറുക്കുക, ഫാൾ വീഴുക, ഫീൽ തോന്നുക, ഫൈറ്റ് വഴക്കിടുക, ഫൈൻഡ് കണ്ടെത്തുക, ഫ്രീസ് തണുത്തുറയ്ക്കുക, ഗിവ് നൽകുക, ഹിയർ കേൾക്കുക, ലിസൺ ശ്രദ്ധിച്ചു കേൾക്കുക, കീപ് വയ്ക്കുക, നോ അറിയുക, ലീഡ് നയിക്കുക, ലെൻഡ് കടം നൽകുക, റൈസ് ഉയരുക ഉദിക്കുക, സെൽ വിൽക്കുക, സ്പെൻഡ് ചെലവഴിക്കുക ചെലവാക്കുക, അഡ്വൈസ് ഉപദേശിക്കുക പറഞ്ഞു കൊടുക്കുക, പുഷ് തള്ളുക, പുൾ വലിക്കുക, ട്രൈ ശ്രമിക്കുക, ഫ്രൈ പൊരിക്കുക, ക്രൈ കരയുക, ഡ്രൈ ഉണക്കുക ഉണങ്ങുക, ക്ലീൻ വൃത്തിയാക്കുക അഴുക്കകറ്റുക, ടൈഡി അടുക്കി വയ്ക്കുക, ഡസ്റ്റ് പൊടി തട്ടുക, സ്വീപ്പ് അടിച്ചു വാരുക തൂത്തുവാരുക, മോപ്പ് തുടയ്ക്കുക, സ്പീക്ക് സംസാരിക്കുക ആശയം വ്യക്തമാക്കുക, ടോക്ക് സംസാരിക്കുക സംഭാഷണം നടത്തുക, ടെൽ പറയുക, സേ പറയുക, ലുക്ക് നോക്കുക, ഹോൾഡ് പിടിക്കുക, ബിൽഡ് നിർമ്മിക്കുക, തിങ്ക് ചിന്തിക്കുക, റീച്ച് എത്തുക എത്തിപ്പിടിക്കുക, കോൾ വിളിക്കുക, ലാഫ് ചിരിക്കുക, ഓപ്പൻ തുറക്കുക, ക്ലോസ് അടയ്ക്കുക. ഓക്കെ അല്ലേ മക്കളെ? എല്ലാവരും എന്ത് ചെയ്യാം? രണ്ടാമത്തെ അറ്റൻഡൻസ് ഇടുക. ഓക്കെ, നമുക്ക് ആദ്യത്തെ വാക്ക് പഠിക്കാൻ പോകാം.
ഓക്കെ, നമ്മളിന്ന് പഠിക്കാൻ പോകുന്ന ആദ്യത്തെ വാക്കാണ് സെൻഡ്. സെൻഡ്, അയയ്ക്കുക. ഏകദേശം എല്ലാവർക്കും അറിയുന്നൊരു വാക്കാണിതല്ലേ, സെൻഡ്, അയയ്ക്കുക. എന്തും അയക്കാം അല്ലേ, എന്തും അയക്കാൻ പാടില്ലേ. സെൻഡ്, അയയ്ക്കുക. ഓക്കെ, SEND, സെൻഡ്, അയയ്ക്കുക. SEND, സെൻഡ്, അയയ്ക്കുക. ഇനി എന്ത് പറയണം? അയച്ചു എന്ന് പറയണം അല്ലേ. അയച്ചു എന്ന് എങ്ങനെയാണ് പറയുക? SEND, സെൻഡിൻ്റെ ഡി എടുത്ത് കളഞ്ഞിട്ട് ടി അവിടെ ചേർത്ത് എഴുതുക. സെൻറ്റ്, സെൻഡ്, അയയ്ക്കുക. സെൻറ്റ്, അയച്ചു. സെൻഡ്, അയയ്ക്കുക. സെൻറ്റ്, അയച്ചു. നമ്മൾ നേരത്തെ ലെൻഡും ലെൻറ്റും പഠിച്ചിട്ടില്ലേ, അതുപോലെ തന്നെയാണ് സെൻഡും സെൻറ്റും. ഓക്കെ, സെൻഡ്, അയയ്ക്കുക. സെൻറ്റ്, അയച്ചു. V1 form base form send, V2 form past form sent, V3 form past participle form sent. Send, sent, sent. Send, sent, sent. Send, sent, sent. V1 form base form send, V2 form past form sent, V3 form past participle form sent. V1 form base form send, V2 form past form sent, V3 form past participle form sent. ജസ്റ്റ് എന്താണ്, അവസാനത്തെ അക്ഷരത്തിലുള്ള ഒരു മാറ്റം മാത്രമാണ്. സെൻഡ്, സെൻറ്റ്, സെൻറ്റ്. ഓക്കെ, V1, V2, V3. ഓക്കെ, V1 form base form send, V2 form past form sent, V3 form past participle form sent. ഇനി എന്താണ്, അയക്കുന്നു എന്ന് പറയണം അല്ലേ. അതിന് ജസ്റ്റ് എന്ത് ചെയ്യാം, നമുക്ക് V1 ഫോം ബേസ് ഫോമിൻ്റെ അവസാനത്തിൽ ഒരു ING എഴുതി ചേർത്താൽ തന്നെ അതെന്തായി, സെൻഡിങ്, അയക്കുന്നു. സെൻഡിങ്, അയക്കുന്നു. SEND, സെൻഡ്. SENT, സെൻറ്റ്. SENDING, സെൻഡിങ്. ഓക്കെ, സെൻഡ്, അയയ്ക്കുക. സെൻറ്റ്, അയച്ചു. സെൻഡിങ്, അയക്കുന്നു. സെൻഡ്, അയയ്ക്കുക. സെൻറ്റ്, അയച്ചു. സെൻഡിങ്, അയയ്ക്കുന്നു. ഓക്കെ, V1 ഫോം ബേസ് ഫോം സെൻഡ്, V2 ഫോം പാസ്റ്റ് ഫോം സെൻറ്റ്, V3 ഫോം പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം സെൻറ്റ്, V4 ഫോം പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ ഫോം സെൻഡിങ്, V5 ഫോം തേർഡ് പേഴ്സൺ സിംഗുലർ പ്രസൻറ്റ് ഫോം സെൻസ്. സെൻസ്, ആ ഡി വന്നിട്ട് വേണം എസ് വരാൻ. ഡി സൈലൻ്റ് ഒന്നുമല്ല. ഓക്കെ, സെൻസ്, സെൻസ്. ഓക്കെ, സെൻഡ്, സെൻറ്റ്, സെൻറ്റ്, സെൻഡിങ്, സെൻസ്. ഓക്കെ, സെൻഡ്, സെൻറ്റ്, സെൻറ്റ്, സെൻഡിങ്, സെൻസ്. ഓക്കെ, V1 form base form send, V2 form past form sent, V3 form past participle form sent, V4 form present participle form sending, V5 form third person singular present form sends. Send, sent, sent, sending, sends. Okay, send, sent, sent, sending, sends. ഇനി നമുക്ക് എന്ത് ചെയ്യാം, സെൻഡിനെ കൊണ്ടുപോയി സെൻറ്റൻസസിലോട്ട് ഇടാം അല്ലേ. ഐ സെൻഡ് എ ലെറ്റർ ടു മൈ ഗ്രാൻഡ് മദർ എവ്രി മന്ത്. ഐ സെൻഡ് എ ലെറ്റർ ടു മൈ ഗ്രാൻഡ് മദർ എവ്രി മന്ത്. ഐ സെൻഡ് എ ലെറ്റർ ടു മൈ ഗ്രാൻഡ് മദർ എവ്രി മന്ത്. ഞാൻ എല്ലാ മാസവും, എവ്രി മന്ത്, എല്ലാ മാസവും. ഞാൻ എല്ലാ മാസവും എൻ്റെ മുത്തശ്ശിക്ക് ഒരു കത്ത് അയക്കാറുണ്ട്, അയക്കുന്നു. അതെൻ്റെ സ്ഥിരമായിട്ടുള്ള ഒരു ശീലമാണ്, ഹാബിറ്റാണ്. ഓക്കെ, ഐ സെൻഡ് എ ലെറ്റർ ടു മൈ ഗ്രാൻഡ് മദർ എവ്രി മന്ത്. ഐ സെൻഡ് എ ലെറ്റർ ടു മൈ ഗ്രാൻഡ് മദർ എവ്രി മന്ത്. അടുത്തത്, ഷീ സെൻഡ് ആൻ ഇമെയിൽ. ഷീ സെൻഡ് ആൻ ഇമെയിൽ. അവൾ ഒരു ഇമെയിൽ അയച്ചു. സെൻറ്റ്, അയച്ചു. ഷീ സെൻറ്റ്, അവൾ അയച്ചു. ഷീ സെൻറ്റ് ആൻ ഇമെയിൽ.
അവൾ ഒരു ഇമെയിൽ അയച്ചു. ഷീ സെൻറ്റ് ആൻ ഇമെയിൽ. ഷീ സെൻറ്റ് ആൻ ഇമെയിൽ. ഓക്കെ. ദ ഇമെയിൽ ഹാസ് ബീൻ സെൻറ്റ്. ദ ഇമെയിൽ ഹാസ് ബീൻ സെൻറ്റ്. ഇമെയിൽ അയച്ചിട്ടുണ്ട്. ഹാസ് ബീൻ സെൻറ്റ്. ഇവിടെ സെൻറ്റ് എന്താണ്? V3 ഫോമാണ്. പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമാണ്. ഓക്കെ. ദ ഇമെയിൽ ഹാസ് ബീൻ സെൻറ്റ്. ഇമെയിൽ അയച്ചിട്ടുണ്ട്. ദ ഇമെയിൽ ഹാസ് ബീൻ സെൻറ്റ്. ദ ഇമെയിൽ ഹാസ് ബീൻ സെൻറ്റ്. ദ ഇമെയിൽ ഹാസ് ബീൻ സെൻറ്റ്. ഇത് കേട്ടിട്ട് എന്നോട് ചോദിക്കാൻ വന്നേക്കാം, ടീച്ചറെ ഇമെയിൽ എന്നുള്ളത് ഇ എന്നുള്ളത് വവൽ ശബ്ദമാണ്, പിന്നെ എന്താണ് ദ എന്ന് ഉച്ചരിച്ചത് ദി അല്ലാതെയാണ്. അതിൽ ചില എക്സെപ്ഷൻസ് വരാറുണ്ട്. എന്ത് എക്സെപ്ഷൻസ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം നമ്മൾ മെൻഷൻ ചെയ്യുകയാണ്. അത് പ്രത്യേകിച്ച് സെൻറ്റൻസിൻ്റെ ഫസ്റ്റായിട്ട് വരുമ്പോൾ, ഇടയിൽ വരുമ്പോഴും ചിലതിന് അങ്ങനെ വരാറുണ്ട്. എന്നിരുന്നാലും ആ സെൻറ്റൻസിൽ ആ വാക്കിനുള്ള ഇമ്പോർട്ടൻസ് കൂടുതലാണെങ്കിൽ, മറ്റ് വാക്കുകളെ അപേക്ഷിച്ച് കൂടുതലാണെങ്കിൽ തീർച്ചയായും നമുക്കതിനെ ദ തന്നെ പ്രൊനൗൺസ് ചെയ്യുന്നതാണ് നല്ല രീതി. അതല്ല ദി ഇമെയിൽ എന്ന് പറയുന്നെങ്കിൽ അത് തെറ്റൊന്നുമില്ല. ഓക്കെ. ദി ഇമെയിൽ എന്ന് പറയുന്നതിൽ തെറ്റില്ല. പക്ഷേ സെൻറ്റൻസിൽ മുൻഗണന വരുന്ന വോവൽ ശബ്ദത്തിൽ തുടങ്ങുന്നതിനെയും നമ്മൾ ദ വെച്ച് ഉച്ചരിക്കാറുണ്ട് അല്ലെങ്കിൽ പറയാറുണ്ട്. ഓക്കെ. ദ ഇമെയിൽ ഹാസ് ബീൻ സെൻറ്റ് എന്ന് ടീച്ചർ പറയാൻ കാരണം അതാണ്. ഓക്കെ. ദ ഇമെയിൽ ഹാസ് ബീൻ സെൻറ്റ്. ദ ഇമെയിൽ ഹാസ് ബീൻ സെൻറ്റ്. ദി ഇമെയിൽ ഹാസ് ബീൻ സെൻറ്റ് എന്ന് പറയുന്നത് തെറ്റല്ല, ശരി തന്നെയാണ്, അതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ ദ ഇമെയിൽ ഹാസ് ബീൻ സെൻറ്റ് എന്നും പറയാം. ഓക്കെ. നെക്സ്റ്റ്, ഹീ ഈസ് busy sending invitations for the party. He is busy sending invitations for the party. He is busy sending invitations for the party. പാർട്ടിക്ക് ക്ഷണക്കത്ത് അയക്കുന്ന തിരക്കിലാണ് അയാൾ, അവൻ, അദ്ദേഹം എന്തും പറയാം. പാർട്ടിക്ക് ക്ഷണക്കത്ത് അയക്കുന്ന തിരക്കിലാണ് അയാൾ, അദ്ദേഹം, അവൻ എന്തും പറയാം. ഓക്കെ. ഹി ഈസ് ബിസി സെൻഡിങ് ഇൻവിറ്റേഷൻസ് ഫോർ ദ പാർട്ടി. ഹി ഈസ് ബിസി സെൻഡിങ് ഇൻവിറ്റേഷൻസ് ഫോർ ദ പാർട്ടി. മൈ ഫ്രണ്ട് sends me funny memes every day. My friend sends me funny memes every day. My friend sends me funny memes every day. എൻ്റെ സുഹൃത്ത് എല്ലാ ദിവസവും എനിക്ക് രസകരമായ മീമുകൾ അയക്കും. എൻ്റെ സുഹൃത്ത് എല്ലാ ദിവസവും എനിക്ക് രസകരമായ മീമുകൾ അയക്കും. എൻ്റെ സുഹൃത്ത് എല്ലാ ദിവസവും എനിക്ക് രസകരമായ മീമുകൾ അയക്കും. എനിക്കെന്ന് വരുന്നത് മീ, സെൻസ് മീ എന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ മീ ഉള്ളത് കൊണ്ടാണ് എനിക്ക് എന്നിടയിൽ വരുന്നത്. ഓക്കെ. എൻ്റെ സുഹൃത്ത് എല്ലാ ദിവസവും എനിക്ക് രസകരമായ മീമുകൾ അയക്കും. മൈ ഫ്രണ്ട് sends me funny memes every day. My friend sends me funny meme every day. ഓക്കെ. ഇനി എന്ത് ചെയ്യണം? ടീച്ചറിൻ്റെ കൂടെ തന്നെ ഒരു 3 തവണ നമുക്ക് ആ സെൻറ്റൻസസ് വായിക്കാം അല്ലേ. I send a letter to my grandmother every month. I send a letter to my grandmother every month. I send a letter to my grandmother every month. I send a letter to my grandmother every month. She sent an email. She sent an email. She sent an email. The email has been sent. The email has been sent. The email has been sent.
ദി ഇമെയിൽ എന്ന് പറയുന്നത് തെറ്റൊന്നുമല്ല. ടീച്ചർ ആ റൂള് പറഞ്ഞത് പ്രകാരം തന്നെ നിങ്ങൾ വായിച്ചാൽ മതി. ഓക്കെ, അതിൽ തെറ്റില്ല. ഓക്കെ, കുറച്ചുകൂടി നമ്മൾ അഡ്വാൻസ്ഡ് ലെവൽ ഓഫ് പ്രൊഫിഷ്യൻസിയിലേക്ക് എത്തുമ്പോഴേക്കും നമുക്ക് ഈ ഒരു വ്യത്യാസം എവിടെയാണ് ദിയെ നമുക്ക് ദ ആക്കി ഉച്ചരിക്കാൻ പറ്റുകയെന്ന് മനസ്സിലാവും. അത് മനസ്സിലാകേണ്ട ഒരു ലെവലിൽ എത്തുമ്പോഴേ നിങ്ങൾ ആ ചേഞ്ച് വരുത്തേണ്ടുള്ളൂ. അതുവരെ വവൽ ശബ്ദത്തിൽ തുടങ്ങുന്നതിൻ്റെയൊക്കെ മുന്നിൽ നിങ്ങൾ ദി പറയണം. കോൺസണൻറ്റ് ശബ്ദത്തിൻ്റെ മുന്നിൽ നിങ്ങൾ ദ പറയണം. ഓക്കെ, ടീച്ചർ പറയും പോലെ തന്നെ മാറ്റി പറയണമെന്നില്ല. ഓക്കെ, ദി ഇമെയിൽ ഹാസ് ബീൻ സെൻറ്റ് എന്ന് നിങ്ങൾ വായിച്ചാൽ മതി. ഓക്കെ, ഹീ ഈസ് ബിസി സെൻഡിങ് ഇൻവിറ്റേഷൻസ് ഫോർ ദ പാർട്ടി. He is busy sending invitations for the party. He is busy sending invitations for the party. My friend sends me funny memes every day. My friend sends me funny memes every day. My friend sends me funny memes every day. Okay? എല്ലാവർക്കും വായിക്കാൻ കിട്ടിയല്ലോ. എന്ത് ചെയ്യാം, ഇവിടെ സെൻഡ് എന്ന വാക്ക് അയക്കുക എന്നുള്ള വാക്കിൻ്റെ V1 V2 V3 V4 V5 ഒന്ന് കോമെൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പം അടുത്ത വാക്കിലേക്ക് പോകാം. അടുത്ത വാക്കാണ് റിസീവ്. റിസീവ്, RECEIVE. RECEIVE, റിസീവ്. പല കുട്ടികളും ടീച്ചറിനോട് പറയുന്ന ഒരു കാര്യമാണ്, ടീച്ചറെ ഇതിൻ്റെ സ്പെല്ലിങ് തെറ്റിപ്പോവാണ്, ഐയും ഈയും പൊസിഷൻ മാറിയിടുവാണ്. അതിന് ഞാൻ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന റൂളാണ്. ആ റൂള് ഞാൻ മുമ്പേ നിങ്ങൾക്ക് പഠിപ്പിച്ചു. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ടീച്ചർ എന്തിനാണ് റൂൾസ് പഠിപ്പിക്കുന്നത്, റൂളുകൾ പഠിപ്പിക്കുന്നത്. കാരണം ചിലയിടങ്ങളിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഒരുപാട് റൂൾസ് ഉണ്ട്, പക്ഷേ ടീച്ചർ അതിൽ നിന്ന് കുറച്ച് കാര്യങ്ങളെ പഠിപ്പിക്കുന്നുള്ളൂ. നിങ്ങൾക്ക് അത്യാവശ്യം വേണ്ടത് അതിലൊരെണ്ണമാണ് ടീച്ചർ പറഞ്ഞിരുന്നത്. എന്താണ്, നമ്മൾ 2 വവൽസ് ഒരുമിച്ച് വരുന്ന സമയത്ത് രണ്ടാമത്തത് നിശബ്ദമായിരിക്കും. അതൊരു കോൺസണൻറ്റിൻ്റെ അപ്പുറമാണെങ്കിലും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ CAP ക്യാപ്പ് എന്നുള്ള ഷോർട്ട് വവൽ സൗണ്ട്, ഷോർട്ട് വവൽ സൗണ്ട് CAPE കേപ്പ് എന്നാകുമ്പോൾ ലോങ് ആയി മാറുന്നുണ്ട്. കേപ്പ്, അവിടെ ഈ അവസാനം വരുന്നുണ്ട്, പക്ഷേ ഈ നിശബ്ദമാണ്. അതൊരു കോൺസണൻറ്റിൻ്റെ അപ്പുറത്താണ് വരുന്നത്. എന്നിരുന്നാലും ഈ നിശബ്ദമായിരുന്നു കൊണ്ട് നമ്മൾ ലോങ് വവൽ ശബ്ദത്തിലേക്ക് മാറ്റുന്നു. ക്യാപ്പ്, കേപ്പ്. ക്യാപ്പിൽ ഷോർട്ട് വവൽ ശബ്ദം, കേപ്പിൽ ലോങ് വവൽ ശബ്ദം. ഓക്കെ, അപ്പോൾ അതിൽ കണ്ട ഒരു കാര്യമാണെന്ത്, ഒന്നാമത്തെ വവലിൻ്റെ ലോങ് വവൽ ശബ്ദമാണ് എടുക്കുക. അത് തന്നെയാണ് ഇവിടെയും. റിസീവ് എന്നാണ് നമ്മളതിനെ ഉച്ചരിക്കുന്നത്. ഈ അതിനർത്ഥം ഐ അല്ല ആദ്യം വരേണ്ടത്, ഈ ആണ്. ഐ ആണ് ആദ്യം വരുന്നതെങ്കിൽ RECIEVE ആണ് അതിൻ്റെ ഉച്ചാരണമെങ്കിൽ നിങ്ങളതിനെ റിസൈവ് എന്ന് വായിക്കേണ്ടി വരുമായിരുന്നു. CEI ആയതുകൊണ്ടാണ് റിസീവ് എന്ന് വായിക്കാൻ പറ്റുന്നത്. മനസ്സിലായല്ലോ? ഇപ്പം നിങ്ങൾക്ക് ആ ട്രിക്ക് കിട്ടിയില്ലേ? സ്പെല്ലിങ്ങിന് തെറ്റുമോ? ഇല്ല. റിസീവ് എന്ന് പറയണമെങ്കിൽ സിക്ക് ശേഷം ഇ വരണം, എന്നാലേ ഈയുടെ ലോങ് വവൽ ശബ്ദം വരുള്ളൂ. രണ്ടാമത്തെ വവലിൻ്റെ ശബ്ദമല്ല നമ്മൾ ഉച്ചരിക്കുക, ഒന്നാമത്തെ വവലിൻ്റെ ശബ്ദമാണ്. ഇവിടെ ഒന്നാമത്തെ CEI എന്ന് വരുന്നത് കൊണ്ടാണ് സി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ CIE ആണെങ്കിൽ സൈ എന്ന് പറയുമായിരുന്നു നമ്മൾ. ഓക്കെ, മനസ്സിലായല്ലോ മക്കളെ? ഇവിടെ CEI ആണ്, അതുകൊണ്ടാണ് സി എന്ന് പറയുന്നത്. റിസീവ്. ഓക്കെ, സ്പെല്ലിങ്ങൾ ഇപ്പോൾ അല്ലേ? റിസീവ്, RECEIVE, റിസീവ്. റിസീവ് എന്ന് പറയുമ്പോൾ നമ്മൾ അർത്ഥം ശ്രദ്ധിക്കണം. കിട്ടുക എന്ന അർത്ഥം വെക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഗെറ്റ് എന്ന വാക്കുമായി നമ്മൾ കുറച്ച് കൺഫ്യൂസ്ഡ് ആവും. ഓക്കെ, ഗെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും കിട്ടുക തന്നെയാണ്, റിസീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും കിട്ടുക തന്നെയാണ്. പക്ഷെ രണ്ടിലും വ്യത്യാസം എന്തെന്നാണ്, സ്വീകരിക്കുന്ന രീതിയിൽ കിട്ടുന്നതാണ് റിസീവ്. ഐ റിസീവ്ഡ് എ ലെറ്റർ എന്ന് പറഞ്ഞാൽ എനിക്ക് ലെറ്റർ കിട്ടിയെന്നാണ്, പക്ഷെ അത് സ്വീകരിച്ചതാണ്. എനിക്ക് വന്ന ഒരു കാര്യം, എനിക്ക് ആരോ തന്ന ഒരു കാര്യം എനിക്ക് കിട്ടിയതാണ്. ഓക്കെ, ആരോ സെൻഡ് ചെയ്ത ഒരു കാര്യമാണ് എനിക്ക് കിട്ടിയത്. ഐ റിസീവ്ഡ് എ ഗിഫ്റ്റ്.
ഐ റിസീവ്ഡ് എ പ്രൈസ് ഒക്കെ പറയാം. അതൊക്കെ റിസീവ് ചെയ്യുന്നു, കിട്ടി. പക്ഷെ അത് സ്വീകരിക്കുന്നതാണ്. അത് ഞാൻ ചെയ്ത എന്തിനെങ്കിലും കിട്ടുന്നതായിരിക്കാം, പക്ഷേ ഞാൻ തന്നെ എനിക്ക് തരുന്നതല്ല ഒരിക്കലും റിസീവ്. ഉദാഹരണം പറയുവാണെങ്കിൽ, ഐ റിസീവ്ഡ് എ കാർ എന്നൊരാൾ പറയുന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് അയാൾ വാങ്ങിയ കാറല്ല. ആരോ വാങ്ങിയ കാർ അയാൾക്ക് കിട്ടി, അല്ലെങ്കിൽ ആരോ അയാൾക്ക് ഗിഫ്റ്റ് ചെയ്ത് കൊടുത്തു. ഓക്കെ. നേരെ മറിച്ച് ഐ ഗോട്ട് എ കാർ, എനിക്കൊരു കാറ് കിട്ടി. ഐ ഗോട്ട് എ കാർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അതിൻ്റെ പണം അയാൾ തന്നെയാണ് അടച്ചത്, അയാൾ തന്നെയാണ് വാങ്ങിയത്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് വ്യക്തമാകുന്നു എന്ന് വിചാരിക്കുന്നു. വ്യക്തമായിട്ടില്ലെങ്കിൽ ഒരു മിനിറ്റ് മുൻപിലത്തേക്ക് നിങ്ങൾ റിവൈൻഡ് ചെയ്ത് ഒന്നുകൂടെ കേൾക്കുക. ഓക്കെ. റിസീവ് എന്ന് പറയുന്നത് ഒരാൾ നൽകിയിട്ട് നമുക്ക് കിട്ടുന്നതാണ് റിസീവ്. ഇപ്പം ഞാൻ പൈസ കൊടുത്തു കഴിഞ്ഞാൽ ഷോപ്പ് കീപ്പർ എനിക്ക് തരുന്നത് അത് റിസീവ് എന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, മനസ്സിലായല്ലോ? ഓക്കെ. ഐ റിസീവ്ഡ് എ ഡെലിവറി. എന്ന് പറയുമ്പോൾ നിങ്ങൾ പറയും, ടീച്ചർ പൈസ കൊടുത്ത് വാങ്ങിയ സാധനമല്ല അയാൾ കൊണ്ടുവന്നു. പക്ഷെ അത് ഒരു വ്യക്തി എനിക്ക് തരുന്നത് ഞാൻ സ്വീകരിച്ചതാണ്. ഞാൻ വാങ്ങി, ഞാൻ ഷോപ്പ് കീപ്പറിൻ്റെ കയ്യിൽ നിന്നല്ല അത് എടുക്കുന്നത്, എനിക്ക് വേറൊരാളാണ് അത് കൊണ്ടു തരുന്നത്. ഐ റിസീവ്ഡ് എ പാർസൽ. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. റിസീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സ്വീകരിക്കുക. പിന്നെ വേറൊരു അർത്ഥത്തിലും കൂടി നമ്മൾ റിസീവ് പറയും, അതാണ് സ്വീകരിക്കുക. നമ്മുടെ വീട്ടിലേക്ക് ഒരു ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ, നമ്മുടെ നാട്ടിലേക്ക് ഒരാൾ വന്നു കഴിഞ്ഞാൽ കൂട്ടാൻ പോകുന്നതിന് റിസീവ് ചെയ്യാൻ പോകുക എന്നാണ് പറയുക. ഓക്കെ, ആ സ്വീകരിക്കലിനെയും നമ്മൾ റിസീവ് എന്ന് തന്നെയാണ് പറയുക. ഓക്കെ, കിട്ടുക എന്നുള്ള സ്വീകരിക്കലും അതുപോലെ തന്നെ എന്താണ്? ഒരാളെ സ്വീകരിച്ച് കൊണ്ടുവരുന്നതും ഒക്കെ റിസീവ് എന്ന് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുക. നിങ്ങൾക്കതിൻ്റെ ഉപയോഗം, അർത്ഥം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ടീച്ചർ ചില ഒറ്റ വാക്കിൽ അർത്ഥം പറയാതെ കുറച്ച് വിശദീകരിച്ച് പറയുന്നത് എന്തിനെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് കൺഫ്യൂഷൻ വരുന്ന 1-2 കാര്യങ്ങൾ ഒരേ അർത്ഥത്തിൽ വരുമ്പോൾ നമ്മൾ ഏത് ഉപയോഗിക്കണമെന്ന് ചിന്തിച്ച് സമയം കളയാറുണ്ട്. അത് കളയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. ഐ റിസീവ്ഡ് എ പ്രൈസ് അല്ലെങ്കിൽ ഐ റിസീവ്ഡ് എ ഗിഫ്റ്റ്. ഐ ഗോട്ട് എ ഗിഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞാൻ വേറെ ആർക്കോ കൊടുക്കാൻ വാങ്ങിയ ഗിഫ്റ്റായിട്ടാണ് അർത്ഥം വരിക. ഐ റിസീവ്ഡ് എ ഗിഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു ഗിഫ്റ്റ് കിട്ടി. ഷീ റിസീവ്ഡ് എ ഗിഫ്റ്റ്. ഓക്കെ. ഐ ഗോട്ട് എ ഗിഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു ഗിഫ്റ്റ് വാങ്ങിയിട്ടുണ്ട്, അല്ലെങ്കിൽ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ ആർക്കോ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഗിഫ്റ്റ് എടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ കിട്ടിയിട്ടുണ്ട് എനിക്ക്, അല്ലെങ്കിൽ ഞാൻ വാങ്ങിയിട്ടുണ്ട്. കിട്ടിയിട്ടുണ്ടെന്നല്ല, വാങ്ങിയിട്ടുണ്ടെന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. ഐ ഗോട്ട് എ ഗിഫ്റ്റ്. ഐ ഹാവ് ഗോട്ട് എ ഗിഫ്റ്റ് ഫോർ ഹർ. ഞാൻ അവൾക്ക് വേണ്ടി ഒരു ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ അവിടെയും ഗെറ്റ് എന്ന് പറഞ്ഞാൽ കിട്ടുക എന്ന് തന്നെയാണ് അർത്ഥം. പക്ഷേ അതിൻ്റെ യൂസേജ് വരുന്ന സമയത്ത്, നമ്മൾ മലയാളത്തിൽ അർത്ഥം പറയുന്ന സമയത്ത് നമുക്ക് കുറച്ചുകൂടെ വ്യക്തത വരുത്താൻ വേണ്ടിയിട്ടാണ് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതിന് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്, ഞാൻ വാങ്ങിയിട്ടുണ്ടെന്നൊക്കെ പറയുന്നത്. ശരിക്കും ആ ഗെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടുക എന്നുള്ളത് തന്നെയാണ്. പക്ഷേ അത് നമ്മൾ പല തലങ്ങളിൽ നമ്മളത് യൂസ് ചെയ്യുന്നു. ഓക്കെ, വി ആർ യൂസിങ് ഇറ്റ് ഇൻ ഡിഫറെൻറ്റ് കോണ്ടെക്സ്റ്റ്. ഓക്കെ, അപ്പോൾ ഇവിടെ റിസീവ്, സ്വീകരിക്കുക, കിട്ടുക. അപ്പോൾ കിട്ടുക ടീച്ചർ ബ്രാക്കറ്റിലിട്ടത് അതുകൊണ്ടാണ്. കിട്ടുക എന്ന് പറഞ്ഞിട്ട് പലരും ഗെറ്റും റിസീവും ഒന്നായിട്ട് ചിന്തിക്കും. ഒരിക്കലുമല്ല, ഗെറ്റും റിസീവും ഒരുപോലെയല്ല. ശരിക്കും പറഞ്ഞാൽ റിസീവ് കുറച്ചും കൂടെ ഫോമലാണ്, ഗെറ്റ് കുറച്ചുകൂടെ ഇൻഫോർമലാണ്. ഓക്കെ, പക്ഷേ റിസീവ് ഒരാൾ നൽകിയത് നമ്മൾ സ്വീകരിക്കുന്നതിനോടാണ് നമ്മൾ കൂടുതലായിട്ട് കിട്ടുക എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കുന്നത്. അല്ലാതെ നമ്മൾ ഗസ്റ്റിനെ റിസീവ് ചെയ്യാൻ പോയി നമ്മൾ ഒരാളിപ്പോൾ നമ്മുടെ നാട്ടിലേക്ക് വരികയാണ്, അപ്പോൾ അയാൾ നമ്മൾ ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിനിൽ വരികയാണ്, അപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് ഒരാളെ നമ്മൾ പിക്ക് ചെയ്തുകൊണ്ടിരുന്നത് അതിനെ നമ്മൾ റിസീവ് ചെയ്യാൻ തന്നെയാണ് പറയുക. റിസീവ് ചെയ്യാൻ പോയിട്ടുണ്ടെന്ന് പറയും. ഓക്കെ, അത് തന്നെയാണ് റിസീവ്. ഓക്കെ അല്ലേ മക്കളെ? ഇനി കിട്ടി, റിസീവ്ഡ്. സ്വീകരിച്ചു, റിസീവ്ഡ്. ഓക്കെ, RECEIVED. CEI തന്നെയാണ്, CIE അല്ല. അതെങ്ങനെ നിങ്ങൾ ഓർത്ത് വെക്കാം എന്നുള്ളതാണ് ടീച്ചർ പറഞ്ഞത്. സി എന്നാണ് നമ്മൾ വായിക്കുന്നത്, അതുകൊണ്ട് സിക്ക് ശേഷം ഇ തന്നെ വേണം, എന്നാലേ ഇയുടെ ലോങ് വവൽ ശബ്ദം ഉപയോഗിക്കുള്ളൂ. ഐ ആണ് വരുന്നതെങ്കിൽ തീർച്ചയായും അത് ഐയുടെ ലോങ് വവൽ ശബ്ദമാണ് യൂസ് ചെയ്യുക. ഓക്കെ, റിസീവ്ഡ്, സ്വീകരിച്ചു, കിട്ടി. റിസീവ്, സ്വീകരിക്കുക. റിസീവ്ഡ്, സ്വീകരിച്ചു. റിസീവ്ഡ്, സ്വീകരിക്കപ്പെട്ടു. Okay, V1 form base form receive, V2 form past form received, V3 form past participle form received. received ആവാൻ വേണ്ടി ജസ്റ്റ് ഒരു ഡി ആഡ് ചെയ്യേണ്ട ആവശ്യമേ ഉള്ളൂ V1 form base formലേക്ക്. ഓക്കെ, V1 form base form receive,
V2 form past form received. V3 form past participle form received. Okay, do. ഇനി എന്താണ്? റിസീവിങ്, സ്വീകരിക്കുന്നു. റിസീവിങ്. ജസ്റ്റ് എന്ത് ചെയ്യാം? റിസീവ് എന്ന വാക്കിൻ്റെ V1 ഫോം ബേസ് ഫോമിൻ്റെ അവസാനത്ത് ഈ എടുത്ത് കളഞ്ഞിട്ട് ING ആഡ് ചെയ്യാം. ING ചേർത്തെഴുതുക. റിസീവിങ്. RECEIVING. റിസീവിങ്. 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 സ്വീകരിക്കുന്നു. റിസീവ്, സ്വീകരിക്കുക. റിസീവ്ഡ്, സ്വീകരിച്ചു. റിസീവിങ്, സ്വീകരിക്കുന്നു. റിസീവ്, സ്വീകരിക്കുക. റിസീവ്ഡ്, സ്വീകരിച്ചു. റിസീവിങ്, സ്വീകരിക്കുന്നു. V1 ഫോം ബേസ് ഫോം റിസീവ്. V2 ഫോം പാസ്റ്റ് ഫോം റിസീവ്ഡ്. V3 ഫോം പാസ്റ്റ് പാർട്ടിസിപ്പൽ ഫോം റിസീവ്ഡ്. V4 ഫോം പ്രസൻറ്റ് പാർട്ടിസിപ്പൽ ഫോം റിസീവിങ്. V5 ഫോം തേർഡ് പേഴ്സൺ സിംഗുലർ പ്രസൻറ്റ് ഫോം റിസീവ്സ്. V1 form base form receive. V2 form past form received. V3 form past participle form received. V4 form present participle form receiving. V5 form third person singular present form receives. Receive, received, received, receiving, receives. Receive, received, received, receiving, receives. ഓക്കെ അല്ലേ മക്കളെ? ഇനി എന്ത് ചെയ്യാം? റിസീവ് എന്ന വാക്കിന് നമുക്ക് സെൻറ്റൻസസിലോട്ട് ഇടാം. I receive a lot of emails every day. I receive a lot of emails every day. I receive a lot of emails every day. എനിക്ക് ദിവസവും ധാരാളം ഇമെയിലുകൾ ലഭിക്കുന്നു, കിട്ടുന്നു. ഓക്കെ, എനിക്ക് എല്ലാ ദിവസവും ധാരാളം ഇമെയിലുകൾ ലഭിക്കുന്നു. എനിക്കെല്ലാ ദിവസവും ധാരാളം ഇമെയിലുകൾ ലഭിക്കുന്നു. I receive a lot of emails every day. I receive a lot of emails every day. അടുത്തത്, she received a beautiful gift for her birthday. She received a beautiful gift for her birthday. She received a beautiful gift for her birthday. അവളുടെ ജന്മദിനത്തിന് അവൾക്ക് മനോഹരമായ ഒരു സമ്മാനം ലഭിച്ചു. അവളുടെ ജന്മദിനത്തിന്, ഫോർ ഹർ ബർത്ത്ഡേ. അവളുടെ ജന്മദിനത്തിന്, ഫോർ ഹർ ബർത്ത്ഡേ. ഓക്കെ, മനസ്സിലാക്കുക. ഫോർ ഹർ ബർത്ത്ഡേ എന്ന് പറയുന്നതിൻ്റെ അർത്ഥമാണ് അവളുടെ ജന്മദിനത്തിന്. ഓക്കെ, ഫോർ ഹർ ബർത്ത്ഡേ. ഓക്കെ, ഷീ റിസീവ്ഡ്, അവൾക്ക് ലഭിച്ചു. ഷീ റിസീവ്ഡ്, അവൾ സ്വീകരിച്ചു എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ അവൾക്ക് ലഭിച്ചു, അവൾ സ്വീകരിച്ചു, അവൾക്ക് കിട്ടി, അല്ലെങ്കിൽ അവൾക്ക് ലഭിച്ചു. എന്ത്? എ ബ്യൂട്ടിഫുൾ ഗിഫ്റ്റ്, മനോഹരമായ ഒരു സമ്മാനം. മനോഹരമായ, ബ്യൂട്ടിഫുൾ, ഒരു സമ്മാനം. എ ഗിഫ്റ്റ്, എ ബ്യൂട്ടിഫുൾ ഗിഫ്റ്റ്. ഒരു മനോഹരമായ സമ്മാനം എന്നും പറയാം, മനോഹരമായ ഒരു സമ്മാനം എന്നും പറയാം. ഓക്കെ, അവളുടെ ജന്മദിനത്തിന് അവൾക്ക് മനോഹരമായ ഒരു സമ്മാനം ലഭിച്ചു. അവളുടെ ജന്മദിനത്തിന് അവൾക്ക് മനോഹരമായ ഒരു സമ്മാനം ലഭിച്ചു. ഓക്കെ, ഷീ റിസീവ്ഡ് എ ബ്യൂട്ടിഫുൾ ഗിഫ്റ്റ് ഫോർ ഹർ ബർത്ത്ഡേ. She received a beautiful gift for her birthday. Okay, അടുത്തത്, the package has been received. The package has been received. ഇവിടെ has been received. Received എന്താണ്?
V3 ഫോം അല്ലെങ്കിൽ പാസ്റ്റ് പാർട്ടിസിപ്പൽ ഫോം. ഓക്കെ, ദ പാക്കേജ് ഹാസ് ബീൻ റിസീവ്ഡ്. ദ പാക്കേജ് ഹാസ് ബീൻ റിസീവ്ഡ്. ദ പാക്കേജ് ഹാസ് ബീൻ റിസീവ്ഡ്. പാക്കേജ് കിട്ടിയിട്ടുണ്ട്, സ്വീകരിച്ചിട്ടുണ്ട്, ലഭിച്ചിട്ടുണ്ട്. ഓക്കെ, ദ പാക്കേജ് ഹാസ് ബീൻ റിസീവ്ഡ്. പാക്കേജ് കിട്ടിയിട്ടുണ്ട്, ലഭിച്ചിട്ടുണ്ട്, സ്വീകരിച്ചിട്ടുണ്ട്. ഓക്കെ, ദ പാക്കേജ് ഹാസ് ബീൻ റിസീവ്ഡ്. ദ പാക്കേജ് ഹാസ് ബീൻ റിസീവ്ഡ്. അടുത്തത്, he is currently receiving treatment at the hospital. 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 അവൻ ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സ സ്വീകരിക്കുകയാണ്. ചികിത്സ സ്വീകരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചികിത്സ സ്വീകരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചികിത്സയിലാണെന്നാണ് അർത്ഥം. ഓക്കെ, ഹി ഈസ് കറൻ്റ്ലി റിസീവിങ് ട്രീറ്റ്മെൻറ്റ് അറ്റ് ദ ഹോസ്പിറ്റൽ. He is currently receiving treatment at the hospital. അവൻ ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സ സ്വീകരിക്കുകയാണ്, ചികിത്സയിലാണ്. ചികിത്സ സ്വീകരിക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചികിത്സയിലാണ്. He is currently receiving treatment at the hospital. He is currently receiving treatment at the hospital. He is currently receiving treatment at the hospital. അടുത്തത്, she receives a letter every week. She receives a letter every week. She receives a letter every week. എല്ലാ ആഴ്ചയും അവൾക്ക് ഒരു കത്ത് ലഭിക്കും, ലഭിക്കുന്നു, ലഭിക്കാറുണ്ട്. അത് സ്ഥിരം നടക്കുന്ന ഒരു കാര്യമാണ്. അത് എങ്ങനെ എഴുതാം? ലഭിക്കും, ലഭിക്കുന്നു, ലഭിക്കാറുണ്ട്. മലയാളത്തിൽ എഴുതുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ഓക്കെ, ഷീ റിസീവ്സ് എ ലെറ്റർ എവ്രി വീക്ക്. സ്ഥിരം നടക്കുന്ന, എല്ലാ ആഴ്ചയും നടക്കുന്ന കാര്യമാണ്. ഷീ റിസീവ്സ് എ ലെറ്റർ എവ്രി വീക്ക്. She receives a letter every week. ഓക്കെ, ഇനി എന്ത് ചെയ്യാം മക്കളെ? നമുക്ക് എല്ലാ സെൻറ്റൻസസും ഒരു 3 തവണ വായിക്കാം. ടീച്ചറിൻ്റെ കൂടെ തന്നെ വായിക്കണേ. ഓക്കെ, റെഡി? I receive a lot of emails every day. I receive a lot of emails every day. I receive a lot of emails every day. ഇവിടെ റിസീവ് എന്താ? റിസീവ്സ് അല്ലാത്തത് എന്താ? ഇവിടെ ഐ റിസീവ് എന്തുകൊണ്ടാണ് എഴുതി? ഐ റിസീവ്സ് എന്തുകൊണ്ട് എഴുതിയില്ല? അതൊന്ന് കോമെൻറ്റ് ചെയ്തേ. ഐ റിസീവ് എ ലോട്ട് ഓഫ് ഇമെയിൽസ് എവ്രി ഡേ. ഐ റിസീവ് എ ലോട്ട് ഓഫ് ഇമെയിൽസ് എവ്രി ഡേ. ഐ റിസീവ് എ ലോട്ട് ഓഫ് ഇമെയിൽസ് എവ്രി ഡേ. ഓക്കെ, കോമെൻറ്റ് ചെയ്തല്ലോ അല്ലേ എന്താ കാരണം എന്ന്? ഷീ റിസീവ്ഡ് എ ബ്യൂട്ടിഫുൾ ഗിഫ്റ്റ് ഫോർ ഹർ ബർത്ത്ഡേ. ഷീ റിസീവ്ഡ് എ ബ്യൂട്ടിഫുൾ ഗിഫ്റ്റ് ഫോർ ഹർ ബർത്ത്ഡേ. ഷീ റിസീവ്ഡ് എ ബ്യൂട്ടിഫുൾ ഗിഫ്റ്റ് ഫോർ ഹർ ബർത്ത്ഡേ. ദ പാക്കേജ് ഹാസ് ബീൻ റിസീവ്ഡ്. ദ പാക്കേജ് ഹാസ് ബീൻ റിസീവ്ഡ്. The package has been received. He is currently receiving treatment at the hospital. He is currently receiving treatment at the hospital. He is currently receiving treatment at the hospital. She receives a letter every week.
She receives a letter every week. She receives a letter every week. ഓക്കെ മക്കളെ, എന്ത് ചെയ്യാം? റിസീവ് എന്ന വാക്കിൻ്റെ V1, V2, V3, V4, V5 ഒക്കെ ഇവിടെ കോമൻറ്റ് ചെയ്യാം. ഓക്കെ, മക്കളെ ഇന്ന് നമ്മൾ 2 വാക്കുകളാണ് പഠിച്ചത്. ഏതൊക്കെയാണ്? സെൻഡ്, റിസീവ്. അയക്കുക, സ്വീകരിക്കുക. ഓക്കെ, സെൻഡ്, SEND, സെൻഡ്, SEND, സെൻഡ്. റിസീവ്, RECEIVE, RECEIVE, റിസീവ്, സ്വീകരിക്കുക, കിട്ടുക, ലഭിക്കുക. ഓക്കെ, സെൻഡ്, റിസീവ്. സെൻഡ്, V1 form base form send, V2 form past form sent, V3 form past participle form sent, V4 form present participle form sending, V5 form third person singular present form sends. Send, sent, sent, sending, sends. Receive, V1 form base form receive, V2 form past form received, V3 form past participle form received, V4 form present participle form receiving, V5 form third person singular present form receives. Receive, received, received, receiving, receives. ഓക്കെ അല്ലേ മക്കളെ? എന്ത് ചെയ്യാം? സെൻഡ്, റിസീവ് ഈ 2 വാക്കുകളുടെയും V1, V2, V3, V4, V5 ഫോംസ് ഒക്കെ ഇവിടെ കോമൻറ്റ് ചെയ്യാം. ഇനി എന്ത്? നമ്മുടെ ഓട്ട മത്സരമാണെങ്കിൽ കയ്യും കാലൊക്കെ ഒന്ന് ഉഷാറാക്കിയേ, ഒന്ന് ഇളക്കി നോക്കിയേ. ഉഷാറല്ലേ? റെഡിയല്ലേ ഓട്ടത്തിന്? തുടങ്ങാം. റെഡി? 1, 2, 3, സ്റ്റാർട്ട്. Run, ran, run, running, runs. Jump, jumped, jumped, jumping, jumps. Eat, ate, eaten, eating, eats. Brush, brushed, brushed, brushing, brushes. Read, 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 reading, reads. Drink, drank, drunk, drinking, drinks. Wash, washed, washed, washing, washes. Play, played, played, playing, plays. Sit, sat, sat, sitting, sits. Walk, walked, walked, walking, walks. Go, went, gone, going, goes. Come, came, come, coming, comes. Fly, flew, flown, flying, flies. Swim, swam, swum, swimming, swims. Tear, tore, torn, tearing, tears. Cook, cooked, cooked, cooking, cooks. Cut, 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 cutting, cuts. Write, wrote, written, writing, writes. Learn, learnt, learnt, learning, learns. Stand, stood, stood, standing, stands. Sleep, slept, slept, sleeping, sleeps. Dance, danced, danced, dancing, dances. Sing, sang, sung, singing, sings. Pray, prayed, prayed, praying, prays. Draw, drew, drawn, drawing, draws. Wear, wore, worn, wearing, wears. Put, 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 putting, puts. Take, took, taken, taking, takes. See, saw, seen, seeing, sees. Watch, watched, watched, watching, watches. Grow, grew, grown, growing, grows. Comb, combed, combed, combing, combs. Beat, beat, beaten, beating, beats. Hit, 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 hitting, hits. Kick, kicked, kicked, kicking, kicks. Prepare, prepared, prepared, preparing, prepares. Make, made, made, making, makes. Teach, taught, taught, teaching, teaches. Bring, brought, brought, bringing, brings. Buy, bought, bought, buying, buys. Begin, began, begun, beginning, begins. Become, became, become, becoming, becomes. Dig, dug, dug, digging, digs. Do, did, done, doing, does. Forget, forgot, forgotten, forgetting, forgets. Forgive, forgave, forgiven, forgiving, forgives. Fall, fell, fallen, falling, falls.
Feel, felt, felt, feeling, feels. Fight, fought, fought, fighting, fights. Find, found, found, finding, finds. Freeze, froze, frozen, freezing, freezes. Give, gave, given, giving, gives. Hear, heard, heard, hearing, hears. Listen, listened, listened, listening, listens. Keep, kept, kept, keeping, keeps. Know, knew, known, knowing, knows. Lead, led, led, leading, leads. Lend, lent, lent, lending, lends. Rise, rose, risen, rising, rises. Sell, sold, sold, selling, sells. Spend, spent, spent, spending, spends. Advise, advised, advised, advising, advises. Push, pushed, pushed, pushing, pushes. Pull, pulled, pulled, pulling, pulls. Try, tried, tried, trying, tries. Fry, fried, fried, frying, fries. Cry, cried, cried, crying, cries. Dry, dried, dried, drying, dries. Clean, cleaned, cleaned, cleaning, cleans. Tidy, tidied, tidied, tidying, tidies. Dust, dusted, dusted, dusting, dusts. Sweep, swept, swept, sweeping, sweeps. Mop, mopped, mopped, mopping, mops. Speak, spoke, spoken, speaking, speaks. Talk, talked, talked, talking, talks. Tell, told, told, telling, tells. Say, said, said, saying, says. Look, looked, looked, looking, looks. Hold, held, held, holding, holds. Build, built, built, building, builds. Think, thought, thought, thinking, thinks. Reach, reached, reached, reaching, reaches. Call, called, called, calling, calls. Laugh, laughed, laughed, laughing, laughs. Open, opened, opened, opening, opens. Close, closed, closed, closing, closes. Send, sent, sent, sending, sends. Receive, received, received, receiving, receives. ഓക്കെ അല്ലേ മക്കളെ? എല്ലാവർക്കും കിട്ടിയില്ലേ അല്ലേ? എല്ലാവരും നന്നായി പറയാൻ കിട്ടി, എല്ലാവർക്കും നന്നായി പറയാൻ കിട്ടിയെന്ന് വിചാരിക്കുന്നു. എന്ത് ചെയ്യാം? ലാസ്റ്റ് അറ്റൻഡൻസ് ഇട്ട് ഇറങ്ങിക്കോളൂ. ഹാപ്പി ലേണിംഗ്.